ശബരിമലയിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്നതാണ് ബി.ജെ.പിയുടെ ഒപ്പുശേഖരണത്തിൽ ജനങ്ങളുടെ ആവശ്യമെന്ന് ബി.ജെ.പി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിന് ബി.ജെ.പി നടപടികൾ ആരംഭിച്ചു. ബി.ജെ.പി പ്രതിനിധി സംഘം ഉടൻ ശബരിമലയിൽ സന്ദർശനം നടത്തും. സാഹചര്യം പ്രധാനമന്ത്രിയെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ നടത്താത്തതിന് പിന്നിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. തീർത്ഥാടനം ആരംഭത്തിലെ പാളി, ശബരിമലയിലുണ്ടായത് മനുഷ്യാവകാശ ലംഘനമെന്നും പി.കെ. കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. ശാലിനി ചേരുന്നു. ശാലിനി, ബി.ജെ.പി ഒരു പ്രചാരണം ആരംഭിച്ചിരുന്നു, അതായത് ഒപ്പ് ശേഖരണം. കാരണം നമുക്കറിയാം, ദേവസ്വം ബോർഡ് അയ്യപ്പൻ്റെ ആഭരണങ്ങൾ പോലും അടിച്ചു മാറ്റിയിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് ഇരുന്നവർ മാത്രമല്ല, നിരവധി ആക്ഷേപങ്ങൾ ബോർഡിന് എതിരെയുണ്ട്. മാത്രമല്ല സർക്കാരിന് എതിരെയുണ്ട്. സർക്കാർ ശബരിമലയുടെ കാര്യത്തിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല. പ്രത്യേകിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് മുന്നൊരുക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കോടതിയുടെ വിമർശനത്തിന് പോലും അത് പാത്രീഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഇടപെടൽ വേണമെന്നതാണ് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമ്പൂർണ്ണ പരാജയമാണെന്ന് അവരുടെ ചെയ്തികളിലൂടെ തെളിയിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇടപെടൽ വേണം എന്നാണ് ജനങ്ങൾ, ഭക്തർ ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ. അതിന് ബി.ജെ.പിയുടെ ഒപ്പുശേഖരണം അത് പുരോഗമിക്കുകയാണ്. ഒപ്പുശേഖരണത്തിൽ ജനങ്ങൾ അവരുടെ വികാരം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പി.കെ. കൃഷ്ണദാസ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ശാലിനി. അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസം, അതായത് വൃശ്ചികം 1-നാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒപ്പുശേഖരണം ഭക്തരുടെ ഇടയിൽ നിന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം നടത്തിയത്. ആ ഒപ്പുശേഖരണം 1 കോടിയോളം ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ സമീപിക്കാനാണ് ബി.ജെ.പി തയ്യാറെടുക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ, ഒപ്പം തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ള ഭക്തർക്കെതിരെ നടന്നിട്ടുള്ള അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാത്തത് അടക്കമുള്ള കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ബി.ജെ.പി ആലോചിക്കുന്നത്. ഇതിനായി ബി.ജെ.പിയുടെ ഒരു പ്രത്യേക സംഘം ശബരിമലയിൽ വരും ദിവസം തന്നെ സന്ദർശനം നടത്തും. അതിനുശേഷം ആരാണ്, എന്താണ്, എവിടെയാണ് പിഴവുണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ രേഖാമൂലം തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നത്. അക്കാര്യങ്ങളടക്കമുള്ള വിവരങ്ങളാണ് ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ പി.കെ. കൃഷ്ണദാസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് കൃത്യമായി തന്നെ ഈ വിവരശേഖരണം നടത്തുക, വിവരശേഖരണം നടത്തിയതിനു ശേഷം ശബരിമലയിലെത്തി എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി കേന്ദ്രത്തെ അറിയിക്കുക. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശബരിമലയിൽ നടന്നത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ്. കുഞ്ഞു കുട്ടികൾ അടക്കമുള്ളവർ ശബരിമല ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരും ദേവസ്വം ബോർഡുമാണ്. പക്ഷേ സർക്കാരും ദേവസ്വം ബോർഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മൊത്തം ശബരിമലയിലെ സ്വർണം എങ്ങനെ കവരാം, അതെങ്ങനെ അടിച്ചു മാറ്റി എടുക്കാം എന്നുള്ള കാര്യത്തിലാണ്. മറ്റൊരു രീതിയിലുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, പ്രാഥമിക സൗകര്യങ്ങൾ അടക്കം ഒരുക്കുന്ന കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നു. സൗകര്യം ഒരുക്കാത്തത് ബോധപൂർവമാണ് എന്നുള്ള ഒരു വിമർശനം കൂടി ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താതെ ഒരു മണ്ഡലകാലം അല്ലെങ്കിൽ തീർത്ഥാടന കാലം ശബരിമലയിൽ നടക്കുന്നത് എന്നൊരു വിമർശനം കൂടിയാണ് ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ഭക്തർക്ക് സൗകര്യമൊരുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ബി.ജെ.പി സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുമെന്നും ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ പി.കെ. കൃഷ്ണദാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ, ശബരിമല തീർത്ഥാടനം അവതാളത്തിലായതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്ന ഭക്തരുടെ വികാരം ശക്തമാകുന്നു. പി.കെ. കൃഷ്ണദാസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഒപ്പുശേഖരണത്തിൽ, ബി.ജെ.പിയുടെ ഒപ്പുശേഖരണത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു കേന്ദ്ര ഇടപെടൽ ശബരിമലയിൽ വേണം എന്ന്.